അപ്പോൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം, ട്രാൻസാക്ഷൻസും സംഭവങ്ങളും എല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട്, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയതുകൊണ്ടാണ് there is a need to record business transactions. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു ആശയം ഉടലെടുത്തത്, പ്രത്യേകിച്ച് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇനിയും അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. We know that accounting is the language of business, and as I told you earlier, given the limitations of human memory, the main objective of accounting is to maintain a systematic record of all business transactions. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് സിംപ്ലി ഇറ്റ് ഈസ് ടു റെക്കോർഡ് ഓൾ ദ ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുക, അതുപോലെ ഒരു നിശ്ചിത കാലയളവിന് ശേഷം ആ ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കുക, അസർടൈൻമെന്റ് ഓഫ് റിസൾട്ട് എന്ന് നമ്മൾ പറയും, അത് അക്കൗണ്ടിങ്ങിന്റെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ അസർടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് സാമ്പത്തിക അവസ്ഥ എങ്ങനെയുണ്ട്, നമ്മുടെ ബിസിനസിന്റെ കയ്യിൽ ബിസിനസിന് സാമ്പത്തിക ഭദ്രതയുണ്ടോ, അതായത് ആവശ്യത്തിനുള്ള പണം അല്ലെങ്കിൽ അസറ്റ്സ്, ആസ്തികളൊക്കെ ഉണ്ടോ, ബിസിനസിന്റെ ബാധ്യതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്ക് എത്ര രൂപ നമ്മൾ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുണ്ട്, എവിടെ നിന്നൊക്കെ നമ്മൾ കടം കൊടുത്ത പൈസ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ബിസിനസ്സിലേക്ക് കിട്ടാനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ആസ്തികളും ബാധ്യതകളും, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഇവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇവയൊക്കെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക, അതും അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം, പ്രത്യേകിച്ച് അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഇയർ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം, ഒരു സ്ഥാപനത്തിലെ ലാഭവും നഷ്ടവും ഒക്കെ എത്രയാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് താല്പര്യമുള്ള, ആ വിഷയങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസിലേക്ക്, ആൾക്കാരിലേക്ക് ഈ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി വി ക്യാൻ സീ ദാറ്റ് basically there are 4 different objectives of accounting. അപ്പോൾ 4 പ്രധാനമായിട്ട് ഈ 4 ലക്ഷ്യങ്ങളാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഒന്നാമത്, ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുക. So this is the first and most important objective of accounting, to maintain full and systematic records of business transactions. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും വിട്ടുപോവാതെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവാണ്. Then the second objective is to ascertain profit or loss made by the business organization during a particular period. ഒരു നിശ്ചിത കാലയളവിൽ, അത് വാർഷികമായിട്ടൊക്കെയാണ്, ഒരു വർഷം കഴിയുമ്പോഴാണ് സാധാരണ കമ്പനികൾ പണ്ടൊക്കെ ലാഭവും നഷ്ടവും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ ക്വാർട്ടർലി ഒക്കെ കണ്ടുപിടിക്കാറുണ്ട്. 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴോ ഒക്കെ, അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ അവസാനം ഒരു ബിസിനസ് കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ ആ വർഷം ബിസിനസ്സിന് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കുക. ഇത് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവാണ്. ബിക്കോസ് വി നോ എവറി ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ക്രിയേറ്റഡ് ഓർ ബിസിനസ് ഈസ് റൺ ടു ഏൺ പ്രോഫിറ്റ്, അല്ലെ? ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുന്നത്, കച്ചവടം ചെയ്യുന്നത്. സോ വെദർ ദ ബിസിനസ് ഏൺഡ് പ്രോഫിറ്റ് ഓർ വെദർ ഇറ്റ് ഇൻകേർഡ് എ ലോസ്, ഇറ്റ് ഈസ് ബി അസർടൈൻഡ് ബൈ or it is to be ascertained by accounting.
ഓരോ വർഷവും അല്ലെങ്കിൽ as I told you earlier, after a specific period of time, we have to find out whether we have made profit or we have incurred a loss. ഒരു വർഷത്തെ പ്രവൃത്തി കൊണ്ട് ലാഭമാണോ ഉണ്ടായത്, നഷ്ടമാണോ ഉണ്ടായത് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ആൻഡ് ദിസ് ഈസ് യൂസ്വലി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ ആ രൂപത്തിൽ ഒരു കണക്ക് എഴുതാറുണ്ട്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ദിസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ഓർഗനൈസേഷൻ ഹാസ് മെയ്ഡ് എ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് എ പീരീഡ്. ഒരു സ്ഥാപനത്തിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്നറിയാൻ വേണ്ടി എഴുതുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു വർഷം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ആ സ്ഥാപനത്തിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റും ലോസും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അക്കൗണ്ടിങ് ഉപയോഗിക്കാറുണ്ട്. ദിസ് ഈസ് ഓൾസോ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണിത്. അപ്പോൾ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവാണ്. അതുപോലെ ലാഭമാണോ ഉണ്ടായത് നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കുന്നതും അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവാണ്. സോ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ അടുത്ത ചാപ്റ്ററിലൊക്കെ വിശദമായിട്ട് പഠിക്കും. ദിസ് ഫംഗ്ഷൻ ഓർ ദിസ് ഒബ്ജക്റ്റീവ് ഈസ് പെർഫോംഡ് with the help of bookkeeping, journal, ledger and trial balance. ബുക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടെ നമ്മൾ ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്യും, അതുപോലെ അക്കൗണ്ടുകൾ എഴുതും. ഇവയൊക്കെ ചെയ്തതിന് ശേഷം ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുകയും ചെയ്യും. അപ്പോൾ ഇവയൊക്കെ കൂടെ ചേർത്തിട്ട് ഇത്രയും കാര്യങ്ങളെ ചേർത്തിട്ട് ബുക്ക് കീപ്പിംഗ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ആസ്പെക്ട് ജേണലിലും ലെഡ്ജറിലും ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ജേണൽ എന്ന് പറയുന്ന നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റിലൊക്കെ ആയിട്ടാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്, വിവിധ ബുക്കുകളിലും ഒക്കെ ആയിട്ട്. ഇപ്പം അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ എന്തായാലും ജേണലിന്റെ ഒക്കെ സഹായത്തോടു കൂടി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു അസർടൈൻമെന്റ് ഓഫ് റിസൾട്ട് ഓർ അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിന്റെ സഹായത്തോടു കൂടി അത് ചെയ്യും. ദെൻ the third objective is to find out the financial position of the organization, and this is usually done with the help of a statement which is called as balance sheet. മൂന്നാമതായിട്ട് ചെയ്യുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണ് അക്കൗണ്ടിങ്ങിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഏത് ബിസിനസ്സുകാരനാണെങ്കിലും, ഇനിയൊരു ബിസിനസ്സുകാരനല്ല ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്കറിയാം ഹി ഈസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ഔട്ട് ഹിസ് ഫിനാൻഷ്യൽ പൊസിഷൻ, അല്ലെ? നമ്മളാണെങ്കിൽ പോലും നമ്മളുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്. അതായത് നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ, ബാധ്യതകൾ നമുക്കുണ്ടോ, അത് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, നമ്മളുടെ അസറ്റ്സ് എന്തൊക്കെയാണ്, ആസ്തി എന്തൊക്കെയാണ്, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് പോലെ an accountant also has to ascertain the financial position of a business organization at the end of a given period. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഒരു അക്കൗണ്ടന്റ് ആ സ്ഥാപനത്തിന്റെ ആസ്തികളും ബാധ്യതകളും ഒക്കെ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാറുണ്ട്. സോ ഫോർ ദിസ് പർപ്പസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് കോൾഡ് ആസ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്, and in this statement both assets and liabilities are shown in a systematic manner. അപ്പോൾ ആസ്തികളും ബാധ്യതകളും ഒക്കെ എഴുതി അവയൊക്കെ കാണിക്കുന്ന ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക അവസ്ഥ കാണിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ എങ്ങനെയുണ്ട് എന്നറിയുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യമാണ്, ഒബ്ജക്റ്റീവാണ്. Fourthly, accounting also helps to provide information to the interested parties. See, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ആ ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, താല്പര്യമുള്ള, ആ ബിസിനസ്സിന്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തികളിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള താല്പര്യങ്ങളുള്ള ധാരാളം ആൾക്കാരുണ്ടാവും അല്ലെ. ഫോർ എക്സാമ്പിൾ, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന, പണം മുടക്കിയിരിക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ച് ദേ ആർ ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ the financial position, the profit earning capacity. ഇതൊക്കെ താല്പര്യമുള്ള വിഷയങ്ങളാണ് അവരെ സംബന്ധിച്ച്. കാരണം നമ്മൾ പണം മുടക്കി, ഒരു ബിസിനസ്സിൽ പണം മുടക്കി കഴിയുമ്പോൾ ആ ബിസിനസ്സിൽ ലാഭത്തിലാണോ പോകുന്നത്, നഷ്ടത്തിലാണോ പോകുന്നത്, ഭാവിയിൽ എങ്ങനെ ഉണ്ടാവും, ഭാവിയിൽ കൂടുതൽ ലാഭം ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി താല്പര്യമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന, ബിസിനസ്സിൽ പണം മുടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ദേ ആർ ഇൻട്രസ്റ്റഡ് ടു ഹാവ് a very detailed information about the business. ഇനി ഇത് മാത്രമല്ല, ഗവൺമെന്റ് ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് അല്ലേ. ഇപ്പൊ ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളും, ഫോർ എക്സാമ്പിൾ സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, GST, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇതുപോലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ച് അവർക്ക് ഓരോ വർഷവും ബിസിനസ്സിലുണ്ടായ ബിസിനസിന്റെ കച്ചവടവും ലാഭവും നഷ്ടവും ഒക്കെ നോക്കിയിട്ടാണ് അവർ ടാക്സ് പിരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് താല്പര്യം ഉണ്ടാവും. Then creditors of the business, ബിസിനസ്സിന് പണം കൊടുത്തിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരു ബാങ്ക് ഒരു ബിസിനസ്സിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കും ഇൻട്രസ്റ്റഡ് ആവും. ഇങ്ങനെ ബിസിനസ്സിൽ പണം കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റേഴ്സിനെ പോലുള്ള ആൾക്കാർ, ഗവൺമെന്റ്, ഇൻവെസ്റ്റേഴ്സ്, ഇതുപോലെ ധാരാളം ആൾക്കാർ ബിസിനസിന്റെ പല തരത്തിലുള്ള വിവരങ്ങളും, ബിസിനസിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള വിവരങ്ങളും അറിയാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കും. സോ ബാങ്കേഴ്സ് ആണെങ്കിലും ശരി, ക്രെഡിറ്റേഴ്സ് ആണെങ്കിലും ശരി, ടാക്സ് അതോറിറ്റീസ്, ഇൻവെസ്റ്റേഴ്സ്, റിസർച്ചേഴ്സ്, ഇങ്ങനെയുള്ള പാർട്ടീസ് എല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവൈലബിൾ ആക്കുക, കൊടുക്കുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. സോ ദിസ് ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്. ഞാൻ പറഞ്ഞതുപോലെ ടു മേക്ക് ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവൈലബിൾ ടു ദീസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. This is usually done in the form of annual report. വാർഷികമായിട്ട് കമ്പനികളിലൊക്കെ ആണെങ്കിൽ വാർഷികമായിട്ട് പ്രിപ്പയർ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന അതിന്റെ വാർഷിക റിപ്പോർട്ടിൽ, ആനുവൽ റിപ്പോർട്ടിൽ ഒരു മിക്കവാറും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഉണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഇതുപോലുള്ള കുറെ അധികം കാര്യങ്ങളിലൂടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അക്കൗണ്ടിങ് സപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 4 ഒബ്ജക്റ്റീവ്സ് ആണ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്നോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. സെക്കൻഡ്ലി അസർടൈൻമെന്റ് ഓഫ് റിസൾട്ട്. തേർഡ്ലി അസർടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. And finally, communicating information to the various users. അപ്പോൾ ഈ 4 ഫംഗ്ഷനാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്രയാണ് എന്നൊരു നിശ്ചിത കാലയളവിൽ കണ്ടുപിടിക്കുക, സാമ്പത്തിക അവസ്ഥ എങ്ങനെയുണ്ട് എന്നൊരു നിശ്ചിത കാലയളവിൽ കണ്ടുപിടിക്കുക, അതുപോലെ താല്പര്യമുള്ളവർക്ക് കമ്പനിയെക്കുറിച്ച് ആവശ്യമുള്ള വിവരങ്ങൾ സപ്ലൈ ചെയ്യുക. ഈ 4 ലക്ഷ്യങ്ങളാണ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഇത് കൂടാതെ മറ്റ് ചില ഒബ്ജക്റ്റീവ്സും കൂടിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.